ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മലയാളം ഷെയർസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഈ വീഡിയോയിൽ നാളത്തെ മാർക്കറ്റിൽ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഇപ്പോൾ സെൻസസ് ഇന്ന് 376 പോയിന്റ്സ് ഗെയിൻ ചെയ്ത് 33,605 ക്ലോസ് ആയി. അതുപോലെ നിഫ്റ്റി 100 പോയിന്റ്സ് ആണ് കൂടിയത്, 9,914 ക്ലോസ് ആയി. ഒരു സ്മോൾ ബോഡി ട്രെഡ് ക്യാൻഡിൽ ആണ് ഡെയിലി ചാർട്ടിൽ ഫോം ആയത്. കീ സപ്പോർട്ട് ലെവൽ അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ലെവൽ നിഫ്റ്റിയുടെ നോക്കാം. കീ റെസിസ്റ്റൻസ് ലെവൽ 9,746 followed by 9,578. Key resistance level 10,063 and 10,213. ബാങ്ക് നിഫ്റ്റി ക്ലോസ് ആയിരിക്കുന്നത് 20,296, 383 പോയിന്റ്സ് ഗെയിൻ ചെയ്താണ് ക്ലോസ് ആയിരിക്കുന്നത്. Key support level 19,656 followed by 19,015. Key resistance level 20,787 and 21,279. Call options data നോക്കാം. മാക്സിമം കോൾ ഓപ്പൺ ഇൻട്രസ്റ്റ് 10,000 സ്ട്രൈക്ക് പ്രൈസ് ആണ്, ഫോളോഡ് ബൈ 10,500 and 10,300. സിഗ്നിഫിക്കൻറ്റ് കോൾ റൈറ്റിംഗ് 10,300 ഫോളോഡ് ബൈ 10,100. കോൾ അൺവൈൻഡിങ് വിറ്റ്നസ് ചെയ്തിരിക്കുന്നത് 9,700 സ്ട്രൈക്ക് പ്രൈസ് ആണ്. ഇനി പുട്ട് ഓപ്ഷൻസ് ഡേറ്റ നമുക്ക് നോക്കാം. മാക്സിമം പുട്ട് ഓപ്പൺ ഇൻട്രസ്റ്റ് 9,500 സ്ട്രൈക്ക് പ്രൈസ്, ഫോളോഡ് ബൈ 9,600 and 9,900 ആണ്. സിഗ്നിഫിക്കൻറ്റ് പുട്ട് റൈറ്റിംഗ് 9,300 ഫോളോഡ് ബൈ 9,700. പുട്ട് അൺവൈൻഡിങ് ഉള്ളത് 9,500 ഫോളോഡ് ബൈ 10,300 സ്ട്രൈക്ക് പ്രൈസ്. ഇനി ഹൈ ഡെലിവറി പെർസെൻറ്റേജ് നൽകുന്ന സ്റ്റോക്കുകൾ ഏതൊക്കെ നോക്കാം. ഭാരതി എയർടെൽ, ബ്രിട്ടാനിയ, HDFC ലൈഫ്, ദെൻ ഗോദ്രേജ്, കൊഡാക് ബാങ്ക്, ഹിന്ദുസ്ഥാൻ യൂണിലിവർ, പവർ ഗ്രിഡ്, ടാറ്റ കൺസ്യൂമേഴ്സ്, ഡാബർ, ടൊറന്റ് ഫാർമ തുടങ്ങിയ സ്റ്റോക്കുകളാണ്. ലോങ് ബിൽഡപ്പിൽ ഫോക്കസ് ചെയ്യേണ്ട സ്റ്റോക്കുകൾ ജിൻഡാൽ സ്റ്റീൽ, ബാൽക്രിസൻ ഇന്ത്യ, ഗോദ്രേജ് പ്രോപ്പർട്ടീസ്, ഹെറോ മോട്ടോകോർപ്പ്, സെയിൽ, IGL, പേജ് ഇന്ത്യ, RBL ബാങ്ക്, VEDL, മനപ്പുറം തുടങ്ങിയ സ്റ്റോക്കുകളാണ്. ലോങ് അൺവൈൻഡിങ്ങിൽ ഫോക്കസ് ചെയ്യേണ്ടത് ടൊറന്റ് പവർ, ഐഡിയ, BHEL, കാൻഡില ഹെൽത്ത് കെയർ, വിപ്രോ, മെക്ഡോവൽസ്, BEL, ACC, ജൂബിലന്റ് ഫുഡ്, മഹീന്ദ്ര തുടങ്ങിയ സ്റ്റോക്കുകളാണ്. ഇനി ഷോർട്ട് ബിൽഡപ്പിൽ ഫോക്കസ് ചെയ്യേണ്ട സ്റ്റോക്കുകൾ നമുക്ക് നോക്കാം. ടാറ്റ മോട്ടോഴ്സ്, ആക്സിസ് ബാങ്ക്, ബാറ്റ ഇന്ത്യ, L&T, then PVR, സെഞ്ചുറി ടെക്സ്റ്റൈൽസ്, നാഷണാലം, ബയോകോൺ, ഉജ്ജീവാൻ, ഇൻഫ്രാടെൽ തുടങ്ങിയ സ്റ്റോക്കുകളാണ്. ഷോർട്ട് കവറിംഗിൽ ഫോക്കസ് ചെയ്യേണ്ടത് UBL, NIT ടെക്നോളജീസ്, വോൾട്ടാസ്, ദെൻ ടാറ്റ സ്റ്റീൽ, മുത്തൂറ്റ് ഫൈനാൻസ്, SRF, ഇൻഡിഗോ, ടൊറന്റ് ഫാർമ തുടങ്ങിയ സ്റ്റോക്കുകൾ. ബൾക്ക് ഡീൽ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് നോക്കാം. ഹിന്ദുസ്ഥാൻ ഓയിൽ എക്സ്പ്ലോറേഷൻ 17,10,898 ഷെയർസ് ആണ് ₹64 പെർ ഷെയറിന് വിറ്റിരിക്കുന്നത്. ദെൻ ഇന്ത്യൻ ടെറിയൻ ഫാഷൻസ് മലബാർ ഇന്ത്യ സോൾഡ് 3,04,627 ഷെയർസ് ആണ് ₹32.72 പെർ ഷെയർ. ലൈക്കോസ് ഇന്റർനെറ്റ് ഓക്ക് ഇൻവെസ്റ്റ്മെന്റ് സോൾഡ് 35 lakhs ഷെയർസ് ആണ് 11.95 പെർ ഷെയർ. ഇനി നാളെ റിസൾട്ട് അനൗൺസ് ചെയ്യാൻ പോകുന്ന സ്റ്റോക്കുകളുടെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. പിഡിലൈറ്റ് ഇൻഡസ്ട്രീസ്, ഇന്ദ്രപ്രസ്ഥ ഗ്യാസ്, മുത്തൂറ്റ് ഫൈനാൻസ്, REC, എബൻ ഓഫ്ഷോർ, ദെൻ ക്ലാരിയൻ കെമിക്കൽസ്, കുമിൻസ് ഇന്ത്യ, പ്രതാപ് സ്നാക്സ്, MK ഗ്ലോബൽ ഫിനാൻഷ്യൽ സർവീസസ്, FDC, ഫോർട്ടിസ് ഹെൽത്ത് കെയർ, ഗൾഫ് ഓയിൽ റുബിക്കൻസ്, HEG, ITD സിമന്റേഷൻ, JK സിമന്റ്സ്, മംഗളം സിമന്റ്, then Moltech Technologies, Natco Pharma, Navneet Education, Raiko Auto Industries, Texmaco Infrastructure, Triveni Engineering, Wilson Corp തുടങ്ങിയ സ്റ്റോക്കുകളാണ് നാളെ റിസൾട്ട് അനൗൺസ് ചെയ്യാൻ പോകുന്നത്. ഇനി ഇന്ന് ക്വാർട്ടർലി റിസൾട്ട് അനൗൺസ് ചെയ്ത സ്റ്റോക്കുകളുടെ പെർഫോമൻസ് നമുക്ക് നോക്കാം. നവീൻ ഫ്ലൂറൻ ഇന്റർനാഷണൽ ക്വാർട്ടർലി പ്രോഫിറ്റ് 272, ലാസ്റ്റ് ഇയർ 35.18 crores ആയിരുന്നു, ഇൻക്രീസ് ആയിരിക്കുകയാണ്. റവന്യൂ 276, ലാസ്റ്റ് ഇയറിനെക്കാട്ടി ഇൻക്രീസ് ആയി. HDFC AMC സ്റ്റാൻഡേർഡ് ലൈഫ് ഇൻവെസ്റ്റ്മെന്റ് 60 lakhs ആണ് പെർ ഷെയർ. NMDC ക്വാർട്ടർലി പ്രോഫിറ്റ് നോക്കാം. 347 crores, ലാസ്റ്റ് ഇയറിനെക്കാട്ടി നല്ല കുറവാണ്. 1,451 ആണ് ലാസ്റ്റ് ഇയർ ഉണ്ടായിരുന്നത്.
റവന്യൂ നോക്കുകയാണ്, റവന്യൂ കുറഞ്ഞിരിക്കുകയാണ്. ഈ വർഷം 3187, ലാസ്റ്റ് ഇയർ 3643. ദെൻ രത്നാമണി മെറ്റൽസ് ക്വാർട്ടർലി പ്രോഫിറ്റ് നോക്കാം. 67 crores ആണ്, ലാസ്റ്റ് ഇയറിനെക്കാട്ടി ഇൻക്രീസ് ആയിരിക്കുന്നു. റവന്യൂ കമ്പാരിറ്റീവ്ലി ലോവർ ആണ് ലാസ്റ്റ് ഇയറിനെക്കാട്ടിയും. ദെൻ ഗോകുൽ റീഫോയിൽസ് അപ്രൂവ്ഡ് ഷെയർ ബൈബാക്ക് അപ്രൂവ് ചെയ്തിരിക്കുകയാണ്, 39.48 crores. ഷിൻഡിയർ ഇലക്ട്രിക് ഇൻഫ്രാസ്ട്രക്ചർ ക്വാർട്ടർലി ലോസ് ആണ് സംഭവിച്ചിരിക്കുന്നത് ലാസ്റ്റ് ഇയറിനെക്കാട്ടി. റവന്യൂ 229, ലാസ്റ്റ് ഇയറിനെക്കാട്ടി കുറഞ്ഞു. ദെൻ ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര ക്വാർട്ടർലി പ്രോഫിറ്റ് 57.57 crores, ലാസ്റ്റ് ഇയറിനെക്കാട്ടി കുറഞ്ഞിരിക്കുകയാണ്. റവന്യൂ 1022, ലാസ്റ്റ് ഇയറിനെക്കാട്ടി ഇൻക്രീസ് ആയിരിക്കുന്നു. ദെൻ വിപ്രോ സൊല്യൂഷൻ പാർട്ട്നർഡ് വിത്ത് ഡോക് മാജിക്കുമായിട്ട് പാർട്ട്ണർ ചെയ്തിരിക്കുകയാണ് ടു എൻഹാൻസ് ദ ഡിജിറ്റൽ മോർഗേജ് പ്രോസസ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ HCL ടെക്നോളജീസ് കമൻസ്ഡ് പുതിയ ഓപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ശ്രീലങ്കയിൽ. നാളെ ബാനിലുള്ള സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 4 സ്റ്റോക്കുകളാണ് ബാനിലുള്ളത്. അദാനി എന്റർപ്രൈസസ്, വോഡാഫോൺ ഐഡിയ, ജിൻഡാൽ സ്റ്റീൽ, പവർ ആൻഡ് ജസ്റ്റ് ഡയൽ, 4 സ്റ്റോക്കുകളാണ്. ഇനി FID ഡേറ്റ നോക്കാം. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് സോൾഡ് ഷെയർസ് ₹1478, ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ബോട്ട് ₹1161.51 crores ആണ്. അപ്പൊ ഇതാണ് ബേസിക് ആയിട്ട് നാളെ നമ്മൾ മാർക്കറ്റിൽ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമായിട്ട് തോന്നിയെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ നെക്സ്റ്റ് വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ഉടനെ വരത്തുള്ളൂ. കമന്റിൽ നിങ്ങളുടെ ഫോൺ നമ്പർ രേഖപ്പെടുത്തുക, ഞങ്ങൾ നിങ്ങളെ ടിപ്പ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യുന്നതായിരിക്കും. ടിപ്സ് എൻ്റയർലി ഫ്രീ ആണ്. ഡെയിലി നിങ്ങൾ ആ ഒരു ടിപ്പ് ഫോളോ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് പ്രോഫിറ്റ് വരുന്നതായിരിക്കും. ഈ വീഡിയോയുടെ താഴെ ഞാൻ ആലിസ് ബ്ലൂ കമ്പനിയുടെ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക് ഇടുന്നതാണ്. 2 സെഗ്മെന്റിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പോകുന്ന സെഗ്മെന്റ് NSE MCX റോബോട്ടിക് ട്രേഡിംഗ് സോഫ്റ്റ്വെയറുടെ ക്ലാസ്സുകൾ വേണമെങ്കിലും നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ട് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും മലയാളം ഷെയർസിലെ കോൺടാക്ട് നമ്പറിൽ വിളിച്ച് ഡൗട്ട്സ് ക്ലിയർ ചെയ്യുക. പ്ലേ സ്റ്റോറിൽ മലയാളം ഷെയറുടെ ആപ്പ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ ബിഗിനേഴ്സിനൊക്കെ ഒത്തിരി വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നാളത്തെ ട്രേഡിംഗ് നിങ്ങൾക്ക് എല്ലാ രീതിയിലും സക്സസ്ഫുൾ ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.